ബാംഗ്ലൂരിലെ ട്രാഫിക്കിനെ പേടിച്ച് രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. 4 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ക്യാർവറ റെയിൽവേ സ്റ്റേഷനിൽ പോയി ഒരു ഫ്രണ്ടിനെയും പിക്ക് ചെയ്ത് സിറ്റി ലിങ്ക്സ് ഒക്കെ കഴിഞ്ഞൊരു സ്ഥലത്ത് നിർത്തി ചായയും ബണ്ണും ഒക്കെ കഴിച്ച് NH75 കയറി. ഇപ്പം ഞങ്ങൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് ബാംഗ്ലൂരിൽ നിന്നും മംഗലാപുരത്തേക്ക് പോകുന്ന ഹൈവേ. മൺസൂണിലൊരു ചെറിയ ട്രിപ്പ് പോയേക്കാന്നൊരു സജഷൻ ഫ്രണ്ട്സൊക്കെ പറഞ്ഞപ്പം ആദ്യം മനസ്സിലേക്ക് വന്ന ഒരു സ്ഥലമാണ് മലനാട് ഏരിയ. മലനാട് ഏരിയയിൽ തന്നെ മൺസൂണിന് പോകാൻ പറ്റിയ ഒരുപാട് ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. അതിൽ തന്നെ എവിടെ പോവും എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായി ബാക്കി സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള നേത്രാവതി പീക്ക് ആക്കിയാലോ എന്നൊരു ആലോചന വന്നു. ഫ്രണ്ട്സിൻ്റെ അടുത്തെല്ലാം പറഞ്ഞപ്പം അവർ ഡബിൾ ഓക്കെ. ഒരു 6-7 മണിയൊക്കെ ആയപ്പോൾ തന്നെ എന്താണെന്നറിയില്ല എല്ലാവർക്കും വിശപ്പിൻ്റെ വിളി ഒരുമിച്ച് വന്നു. ഹസൻ ടൗൺ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി ഹസൻ ടൗൺ എത്തുന്നതിൻ്റെ മുമ്പ് ഒരു A2B ഉണ്ട്. പണ്ടൊക്കെ ഈ വഴിക്ക് പോകുമ്പം സ്ഥിരമായിട്ട് കയറി ഭക്ഷണം കഴിക്കാറുള്ളൊരു സ്ഥലമാണ്. എന്തായാലും അങ്ങോട്ട് തന്നെ കയറ്റി. ഇത് രാവിലെ ആയതുകൊണ്ട് ഭക്ഷണമൊക്കെ കിട്ടുന്ന ഉറപ്പൊന്നുമില്ല, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളല്ലാതെ വേറെ ആരും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കണ്ടായിരുന്നില്ല. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വെയിറ്റർ വന്നു, എല്ലാം റെഡിയാണെന്ന് പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല, നല്ല ചൂടും മസാല ദോശയും ഗീ പൊങ്കലും പൊടി ഇഡ്ഡലിയൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ ആവശ്യത്തിന് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. ഇനി കൂടെയുള്ള ആൾക്കാരെ പരിചയപ്പെടണ്ടേ. ഇതാണ് അഞ്ജിത്ത്, എറണാകുളത്തു നിന്ന് വന്നതാണ്, ഈ യാത്രയ്ക്ക് വേണ്ടി മാത്രം വന്നതാണ്. പിന്നെ ഇത് കാർത്തിക്, ബാംഗ്ലൂർ തന്നെയുള്ള നമ്മുടെ വേറൊരു ഫ്രണ്ടാണ്. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പം ഹസൻ ടൗണിലേക്ക് ഒരു ഡീവിയേഷൻ വരും. ഹസൻ ടൗണൊക്കെ കയറി ബേലൂർ റോഡിലേക്ക് കയറിയിട്ടാണ് ഇനി നമുക്ക് ചിക്ക്മംഗ്ലൂർ സൈഡിലേക്കും പിന്നെ നമുക്ക് പോകാനുള്ള കുദ്രേമുഖ്, കളസ ആ സൈഡിലേക്കൊക്കെ പോകേണ്ടത്. ഹസൻ കഴിഞ്ഞ് ബേലൂരിലേക്കുള്ള റോഡിലേക്ക് കയറിയാൽ റോഡൊക്കെ ചെറുതായി സിംഗിൾ ലൈൻ റോഡാവും. എനിക്ക് ഒരുപാട് യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളൊരു റോഡാണ്. കാരണം ഇതാണ്, 2 സൈഡിലും ഒരുപാട് ആൽമരങ്ങളും പാടങ്ങളും ഒക്കെ ആയിട്ട് നല്ല രസമാണ് ഈ വഴി പോകാൻ. ഞങ്ങൾ നേത്രാവതി ട്രക്ക് ബുക്ക് ചെയ്തിട്ടുള്ളത് അടുത്ത ദിവസമാണ്. എന്തായാലും ഒരുപാട് സമയമുള്ളത് കൊണ്ട് പറ്റാവുന്ന സ്ഥലങ്ങളിലൊക്കെ നിർത്തി കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോകാനുള്ള ഒരു പ്ലാനിലാണ്. ഈ മലനാട് ഏരിയയ്ക്ക് നമ്മുടെ കേരളത്തോട് ഒരുപാട് സാദൃശ്യമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. മെയിനായിട്ട് ഇവിടുത്തെ ഭക്ഷണം, ഭൂപ്രകൃതി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട് പോലെ തന്നെയാണ്. നിങ്ങൾ മഴയും പച്ചപ്പൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ എന്തായാലും ഈ റൂട്ടിലേക്ക് ഒരു ഡ്രൈവ് വരണം. ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും ചെറിയ അരുവികളൊക്കെ ആക്റ്റീവ് ആവുന്ന ഒരു ടൈമാണ്. ചിക്ക്മംഗ്ലൂർ അറിയപ്പെടുന്നത് ലാൻഡ് ഓഫ് കോഫി എന്നാണ്. അങ്ങനെ കാപ്പിയുടെ നാട്ടിൽ വന്നിട്ട് ഒരു കട്ടൻ കാപ്പിയെങ്കിലും കുടിക്കാണ്ട് എങ്ങനെയാണ് പോവാം. മഴയും ജോൺസൺ മാഷും ഒക്കെയാണ് കോമ്പിനേഷനെങ്കിലും ഇതുവരെ എന്തായാലും മഴയൊന്നും പെയ്തിട്ടില്ല. അത്യാവശ്യം ചെറിയ വെയിലൊക്കെ തന്നെയാണ്. മഴയത്ത് നേത്രാവതി പീക്ക് കയറാന്നൊക്കെ വിചാരിച്ച് വന്നിട്ട് അവസാനം ഈ വെയിലത്ത് നേത്രാവതി പീക്ക് കയറേണ്ടി വരുന്നൊരു ഡൗട്ടുണ്ട്. പറഞ്ഞു തീർന്നില്ല, അതിൻ്റെ മുമ്പേ മഴ ചാറി തുടങ്ങി. ഞാൻ പൊതുവെ യാത്രകൾ പോകുമ്പോൾ നമ്മളൊരു ഡെസ്റ്റിനേഷൻ വെച്ച് പോകുന്നതിനേക്കാളും പോകുന്ന വഴിക്കുള്ള ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നേത്രാവതി പീക്ക് മാത്രമല്ല, അവിടെ എത്തുന്നത് വരെയുള്ള ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ ഈ വീഡിയോയിലുണ്ടാവും. ചിക്ക്മംഗ്ലൂരിലെ കാപ്പിത്തോട്ടങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ചായത്തോട്ടങ്ങളൊക്കെ കണ്ടു തുടങ്ങി. സാംസ എന്നൊരു ചെറിയ അങ്ങാടിയുണ്ട്. കുദ്രേമുഖ് നാഷണൽ പാർക്കൊക്കെ എത്തുന്നതിന് മുമ്പേ ഉള്ളൊരു സ്ഥലമാണ്. അവിടെ നിന്നാണ് ആക്ച്വലി നേത്രാവതി പീക്കിലേക്കുള്ള ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ സ്റ്റേ ബുക്ക് ചെയ്തിട്ടുള്ളത് സാംസയിൽ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ടുള്ളൊരു സ്ഥലത്താണ്. താഴെ നിന്ന് ഓഫ് റോഡ് കയറുന്ന ഒരു ജീപ്പ് വിളിച്ച് വരാനാണ് സ്റ്റേ ഓണർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മുടെ കയ്യിൽ ജിമ്മി ഉണ്ടല്ലോ, അതിൻ്റെ ആവശ്യമില്ല. ചെറിയ ഓഫ് റോഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വലിയ കുഴപ്പമില്ലാണ്ട് സ്റ്റേയിലെത്തി. കുദ്രേമുഖ് നാഷണൽ പാർക്കിനോട് ചേർന്നിട്ടുള്ളൊരു ഓഫ് ബീറ്റ് ആയിട്ടുള്ളൊരു സ്റ്റേ ആണ്. അത് വേണമെന്ന് വെച്ച് ബുക്ക് ചെയ്ത് തന്നെയാണ്. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു ഹോം സ്റ്റേ എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ ബുക്ക് ചെയ്ത ഈ സ്റ്റേയിൽ 6 പേർക്ക് കിടക്കാനുള്ള ഒരു റൂമാണ്. ഒരു ഡോർമെട്രി പോലത്തെ ഒരു സെറ്റപ്പാണ്.
പക്ഷേ ഞങ്ങളത് പ്രൈവറ്റായിട്ട് ബുക്ക് ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡീസൻറ്റ് സ്റ്റേ. വന്ന് കയറിയപ്പോൾ തുടങ്ങിയ മഴയാണ്. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് രാത്രി ഉറങ്ങാൻ പോകുമ്പോഴും മഴയുണ്ടായിരുന്നു. രാവിലെ എണീച്ച് ഹോം സ്റ്റേയുടെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. മലകളിലൊക്കെ തന്നെ നല്ല രീതിയിൽ മേഘം മൂടി കിടപ്പുണ്ട്. എന്തായാലും മഴ പെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. എത്രത്തോളം പെയ്യും എന്നുള്ളതാണ്. നമ്മളധികം സമയമൊന്നും വേസ്റ്റ് ആക്കിയില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നേരെ സാംസയിലെത്തി. ഈ അങ്ങാടിയിൽ നിന്ന് നമുക്ക് വേണ്ട അത്യാവശ്യം വെള്ളം, ഭക്ഷണം, ഈ കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ആക്ച്വലി നേത്രാവതിയുടെ ബേസ് ക്യാമ്പിലേക്കുള്ള ഓഫ് റോഡ് ട്രിപ്പൊക്കെ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുന്ന് അത്യാവശ്യത്തിന് ജീപ്പൊക്കെ കിട്ടും. എനിക്ക് തോന്നുന്നു 500 രൂപയോ മറ്റോ ആണ് ചാർജ് പെർ ഹെഡ്. നിങ്ങളിവിടെ വരികയാണെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് തന്നെ അതൊക്കെ ഏർപ്പാടാക്കി തരും. ഞങ്ങൾ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു. കാരണം അത്യാവശ്യം ഹെവി ഓഫ് റോഡാണ് മുകളിലോട്ട്. അത് മാത്രമല്ല 11 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോറസ്റ്റുകാർ പിന്നെ ആരെയും കടത്തി വിടില്ല. അതുകൊണ്ട് 11 മണിക്ക് മുമ്പ് തന്നെ അവിടെ എത്തിയേ പറ്റൂ. ഓഫ് റോഡാണെങ്കിലും കാഴ്ചകൾക്ക് ഒരു പഞ്ഞുമില്ല. കോടയൊക്കെ മൂടി നല്ല സെറ്റ് ക്ലൈമറ്റ്. എനിക്ക് തോന്നുന്നു മഴക്കാലം അല്ലാത്ത സമയത്ത് അത്യാവശ്യം ക്ലിയറൻസ് ഉള്ള വണ്ടികളൊക്കെ കയറി വരും. പക്ഷേ മഴക്കാലത്ത് ഒരു രക്ഷയില്ല. 4 വീൽ ഡ്രൈവുള്ള വണ്ടികൾ മാത്രമേ വരുള്ളൂ. പൊളിഞ്ഞ റോഡുകൾ മാത്രമല്ല, ഇടയ്ക്ക് നല്ല റോഡുകളും വരുന്നുണ്ട്. ഓഫ് റോഡിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സ്വന്തം വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്വന്തം വണ്ടി തന്നെ കൊണ്ടുവരിക. ഇതൊരു കിഡിൽ എക്സ്പീരിയൻസ് ആണ്. നോർമൽ താറ് ജിമ്മിയൊക്കെ ഉള്ളവർക്ക് വരാം. കാരണം ഇതത്ര ഹാർഡ് കോർ ഓഫ് റോഡൊന്നും അല്ല. മെയിൻ കാര്യം നേത്രാവതി ട്രക്ക് ചെയ്യുന്നവർ മഴക്കാലത്ത് തന്നെ വരിക. അവസാനത്തെ ഒരു സെക്ഷൻ ഇതിലൂടെ മോശം റോഡാണ്. അങ്ങോട്ട് നിങ്ങളുടെ വണ്ടി പോകില്ല എന്ന് ബാക്കി ജീപ്പുകാരൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് വണ്ടി കയറ്റി ഏറ്റവും ലാസ്റ്റ് പോയിന്റ് വരെ കൊണ്ടുപോയി. ഈ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലേക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഇതൊന്നുമല്ല, ഇത് ജസ്റ്റ് ഒരു വാമപ്പ് മാത്രമേ ആവുന്നുള്ളൂ. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. അത് ട്രക്ക് കഴിഞ്ഞ് വന്നിട്ട് വിശദമായിട്ട് പറയാം. അപ്പോൾ അങ്ങനെ ഒഫീഷ്യലി ട്രക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഗൈഡിനെയൊക്കെ അസൈൻ ചെയ്ത് കിട്ടി, നടത്താൻ തുടങ്ങി. 7 കിലോമീറ്ററാണ് നേത്രാവതി പീക്കിലെത്താനുള്ള ദൂരം. ഒരു 4-4.5 മണിക്കൂർ കൊണ്ട് നമുക്ക് മുകളിലെത്താനും പറ്റും. ഒരു മോഡറേറ്റ് ഡിഫിക്കൾട്ട് ലെവലുള്ള ഒരു ട്രക്കാണ് നേത്രാവതി ട്രക്ക്. നിന്ന നിൽപ്പിലാണ് തെളിഞ്ഞ കാലാവസ്ഥ മാറി കോട വന്നത്. എന്തായാലും തുടക്കം കൊള്ളാം. ആദ്യത്തെ മല കയറിയപ്പോഴുള്ള ക്ഷീണമൊക്കെ ഈ കോട കണ്ടതോടെ മാറി. മുകളിലെത്തുമ്പം ഇതൊക്കെ തെളിയുന്നതാണ് ഗൈഡ് പറഞ്ഞത്. ഈ ട്രക്കിൽ ഒരുപാട് ചെറിയ വെള്ളച്ചാട്ടങ്ങളും വാട്ടർ ക്രോസിങ്സും ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ആദ്യത്തെ വാട്ടർ ക്രോസിംഗ് എത്തി. മഴക്കാലത്ത് ഈ ട്രക്കിങ്ങിന് വരുമ്പോഴുള്ള ഗുണങ്ങൾ ഇതൊക്കെയാണ്. ഇങ്ങനത്തെ കുറേ വെള്ളച്ചാട്ടങ്ങളും അരുവികളൊക്കെ ഒരുപാടുണ്ട് ഈ റൂട്ടിൽ. വാട്ടർ ക്രോസിംഗ് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പം മലകളൊക്കെ തെളിഞ്ഞു വന്നു തുടങ്ങി. ഈ കാണുന്നതാണ് ട്രക്കിംഗ് പാത്തിലെ ഏറ്റവും മേജറായിട്ടുള്ളൊരു വാട്ടർ ക്രോസിംഗ്. ഒരുപാട് മഴയുള്ളപ്പം ഇത് ക്രോസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് കയറൊക്കെ കെട്ടി വച്ചിരിക്കുന്നത്. വെള്ളത്തിന് എന്തായാലും അന്യായ തണുപ്പാണ്. ഈ വെള്ളച്ചാട്ടം കടന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മൊത്തം കയറ്റമാണ്. ഇവിടെ നിന്നാണ് ആക്ച്വലി കയറ്റം തുടങ്ങുന്നത്. ഓരോ മല കയറി അതിൻ്റെ മുകളിലെത്തിക്കഴിഞ്ഞാൽ ഉടനെ അടുത്ത മല കാണാം. പക്ഷെ തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് പച്ചപ്പിൻ്റെ ഒരു മായാ ലോകം തന്നെ കാണാൻ പറ്റും. 300 പേർക്കാണ് ഒരു ദിവസം നേത്രാവതി കയറാനുള്ള പെർമിഷൻ കൊടുക്കുന്നത്. തിരക്കൊഴിവാക്കാൻ ബെസ്റ്റ് ഓപ്ഷൻ ഒന്നുകിൽ രാവിലെ 7 മണിയോടുകൂടി തന്നെ കയറി തുടങ്ങുക, അല്ലെങ്കിൽ ഒരു 11 മണിയോടുകൂടി കയറി തുടങ്ങുക. അത്യാവശ്യം വലുപ്പമുള്ള ഒരു 2-3 മല കയറി കഴിയുമ്പോൾ നമ്മൾ ഏകദേശം നേത്രാവതി പീക്കിൻ്റെ ടോപ്പിലെത്തും. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം വരെയും പതയൊക്കെ വന്നു തുടങ്ങി. ഇതാണ് നമ്മുടെ കൂടെ വന്ന ഗൈഡ് ചേട്ടൻ. സാങ്ക്രേ ഗൗഡ്രു എന്നാണ് പേര്. തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അത്യാവശ്യം പ്രോത്സാഹനമൊക്കെ കൊടുത്ത് അവസാനം ഞങ്ങൾ നേത്രാവതി പീക്ക് കീഴടക്കി.
360 ഡിഗ്രി ക്യാൻവാസിൽ ചിത്രങ്ങൾ വരച്ചു വെച്ച പോലെയാണ് ഇവിടെ നിന്ന് കാഴ്ചകൾ. ഇതിവിടെ വന്ന് കണ്ട് തന്നെ അനുഭവിക്കണം. വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാക്കി തരാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുവന്ന ഭക്ഷണമൊക്കെ കഴിച്ചു. എല്ലാവരും പോകുന്നവരെ വെയിറ്റ് ചെയ്തു. എന്നിട്ട് ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ചിറങ്ങിയത്. ഞങ്ങൾ ഇറങ്ങാനായപ്പോഴേക്കും ഫുള്ള് കോടമഞ്ഞ് വന്ന് മൂടി, ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായി. തിരിച്ചിറങ്ങുമ്പോൾ തിരക്കൊക്കെ കുറഞ്ഞിരുന്നു. അതുകൊണ്ട് വെള്ളച്ചാട്ടത്തിൽ കുറച്ച് നേരമൊക്കെ ചിലവഴിച്ചതിന് ശേഷമാണ് പിന്നെ നടത്തം തുടങ്ങിയത്. നേത്രാവതി ട്രക്കിന് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ കുദ്രേമുഖ് നാഷണൽ പാർക്കിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ടാണ് ഈ ട്രക്ക് ബുക്ക് ചെയ്യേണ്ടത്. വരുന്നവർ നേരത്തെ തന്നെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ട് മാത്രം വരാൻ ശ്രമിക്കുക. കാരണം ഇവിടെ സ്പോട്ട് ബുക്കിംഗ് ഇല്ല. അതുപോലെ തന്നെ ഒരു പ്രധാന കാര്യം, 300 പേർക്ക് മാത്രമേ ഒരു ദിവസം ഇവിടുന്ന് പാസ് അനുവദിക്കുകയുള്ളൂ. ഈ സാംസെ പരിസരങ്ങളിലൊക്കെ ഒരുപാട് ഹോം സ്റ്റേസ് ഉണ്ട്. നിങ്ങൾക്ക് വന്ന് താമസിക്കാം. അവർ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു തരും. ട്രക്കിന് കയറുന്നതിൻ്റെ മുന്നേ അവർ നിങ്ങളുടെ ബാഗും ബാക്കി കാര്യങ്ങളൊക്കെ സ്ട്രിക്റ്റായിട്ട് ചെക്ക് ചെയ്യും. ഇപ്പോൾ ഡ്രോൺ, സിഗരറ്റ്, മദ്യം, പ്ലാസ്റ്റിക് ഈ വക സാധനങ്ങളൊന്നും കൊണ്ടുവരാതിരിക്കുക. അതൊന്നും അലൗഡ് അല്ല. അതുപോലെ തന്നെ ചെറിയ ക്യാമറകൾക്കൊന്നും ഫീസില്ല. പക്ഷേ നിങ്ങളുടെ കയ്യിൽ DSLR അല്ലെങ്കിൽ 300mm മേലെ ലെൻസോ ഒക്കെ ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ചാർജസ് എന്തായാലും കൊടുക്കേണ്ടി വരും. ഗൈഡിൻ്റെ ചാർജ് വരുന്നത് 1000 രൂപയാണ്. അത് സ്റ്റാൻഡേർഡ് ചാർജാണ്. ഒരു ഗ്രൂപ്പാണെങ്കിലും നിങ്ങൾ സിംഗിളായിട്ട് വരികയാണെങ്കിലും ഒക്കെ ഈ ചാർജ് എന്തായാലും കൊടുക്കേണ്ടി വരും. പിന്നെ മഴക്കാലത്ത് വരുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും റെയിൻ കോട്ട് പോലുള്ള സാധനങ്ങൾ കൊണ്ടുവരണം. കുടയൊന്നും ഇവിടെ വർക്കാവില്ല. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് പോഞ്ചോ മേടിക്കുന്നതാണ്. വീഡിയോയിൽ മഴ പെയ്യുന്ന സീൻസ് അധികം കാണിച്ചില്ല ട്രക്കിൻ്റെ ഇടയിൽ. കാരണം ക്യാമറയൊക്കെ നനയ്ക്കേണ്ടെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷേ ഓരോ 10 മിനിറ്റിലും മഴ പെയ്തിരുന്നു. പിന്നെ കുറച്ച് നേരത്തേക്ക് ക്ലിയർ ആവും. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞാൽ വീണ്ടും മഴ പെയ്യും. അങ്ങനെയാണ് ഇവിടുത്തെ മഴയുടെ അവസ്ഥ. അട്ടശല്യം അത്യാവശ്യത്തിനുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും അട്ടയെ കൊണ്ട് ഉണ്ടായില്ല ഈ ട്രിപ്പിൽ. അങ്ങോട്ട് പോകുമ്പം ലേറ്റ് ആയത് കാരണം വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നില്ല. ഓഫ് റോഡിൻ്റെ അവസ്ഥ ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ്. ഇവിടുത്തെ ഓഫ് റോഡിൻ്റെ അവസ്ഥ. അത്യാവശ്യം നല്ല ക്ലിയറൻസ് ഉള്ള 4x4 ഉള്ള വണ്ടികൾ മാത്രമേ കയറി വരുള്ളൂ. ഇങ്ങനെയുള്ള മഴക്കാലത്ത് ബൈക്കൊന്നും കൊണ്ട് വരാതിരിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം കുറച്ച് ബുദ്ധിമുട്ടാണ് കയറിപ്പോരാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. I'm Shijoy. See you in next video.